അപ്പോ വി ഡി സതീശൻ സാറുമായിട്ട് തനിക്ക് ആത്മബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ അവരാണ് പറയുന്നത്. അതല്ലാതെ അവരുമായിട്ട് അത്രയും വലിയൊരു ആത്മബന്ധം തനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഒരു ദിവസം രാത്രി 12:30 ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള, ആദരവുള്ള ഒരു വനിതാ നേതാവാണ്. ആ വനിതാ നേതാവ് കോൺഗ്രസിലേക്ക് എത്തിയ, പുരുഷന്മാർക്കും സ്ത്രീക്കും രണ്ടുപേർക്കും വേണ്ടി സംസാരിക്കുന്ന, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ശ്രീനയാണ്. ഫ്ലാഷ് ബാക്ക്. പക്ഷെ ഇപ്പോഴും താങ്കളെ ആക്രമിക്കുന്ന, അധിക്ഷേപിക്കുന്ന, വെറുപ്പുൽപാദിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അവരോട് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത് സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളതാണ്. എത്ര അസത്യ പ്രചരണങ്ങൾ കൊണ്ട് സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം അതിന്റെ ശോഭയിൽ തന്നെ തിളങ്ങി നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ സത്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സത്യം വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്ക് ആരും വീട്ടിൽ കൊണ്ടുവന്ന് നീതി നേടിത്തരില്ല. നിങ്ങൾ ആർജവത്തോടു കൂടി തന്നെ, ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് വരണം. നിയമ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടപടികൾ സ്വീകരിക്കണം. ശക്തമായി തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശക്തമായി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീനാജി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വളരെ പോസിറ്റീവായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം വിഷയത്തിൽ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകപക്ഷീയമായി എന്തോ ഭയങ്കര മോശക്കാരനാണെന്നാണ് ചില ആൾക്കാർ ആദ്യമേ പ്രചരിപ്പിച്ചിരുന്നത്. എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾ, ഞാൻ പറയുന്നു, എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? അമേരിക്കയിൽ പോലും ഇത് വാർത്തയാവും. ഞാൻ പറയാണ്, അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ. അപ്പൊ ഒരാൾക്ക് എല്ലാ ചാനൽ ചർച്ചകളിലും ഈ വിഷയത്തിന്റെ വക്താവായി വരുന്ന ഒരാളാണ്. ഇപ്പൊ ചാനലുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് ഒരു മൂവ്മെന്റ് ഉണ്ടായാലും ആദ്യം പ്രതികരണം ചോദിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ആ സ്ത്രീ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പരിചയപ്പെട്ട 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറിയെന്ന്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന ഒരാൾ എന്താ ഉറക്കം വരുന്നു. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഒരു ദിവസം രാത്രി 12:30 ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിന്റെ ഒരു പ്രധാന വക്താവായിട്ട്, ഒരു മുന്നണി പോരാളിയായിട്ട് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? അതന്നത്തെ ചോരത്തിളപ്പിന്. ഫ്ലാഷ് ബാക്ക്. ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം, മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചത് അഭിലാഷ് കണ്ടോ? മാധ്യമ പ്രവർത്തകയായി 5-6 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. എനിക്ക് തോന്നി. എങ്ങനെ റിനിക്കറിയാം ബാക്കിയുള്ള പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു എന്ന്? അഭിലാഷ് അങ്ങനെ വാർത്ത ഉണ്ടോ? ഓക്കേ, കം ടു ദ പോയിന്റ്. ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ഒരു നുണ പ്രചരണം, ഒരു നുണ പറയാനുള്ള ഒരു വക്താവായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം മിണ്ടാതെ ഇരിക്കാമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സന്ദേശങ്ങൾ വന്നു. എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല. അത്തരം ട്രാപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ ഞങ്ങളുടെ ഈ സൈസിൽ? ആ ട്രാപ്പ് എന്റെ അടുത്ത് ശ്രമിച്ചതാണ്, പക്ഷെ ഞാൻ അതിൽ വീണില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷെ ഞാൻ മിണ്ടാതിരുന്നത് എന്റെ സഹോദരിമാരെ ഓർത്തിട്ടാണ്. അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. കുറേ പെൺകുട്ടികൾക്കെങ്കിലും ഈ വേദനകളിൽ നിന്നൊരു രക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ മുഴുവൻ തകർത്ത്
വലിയ ചാരിതാർത്ഥ്യവും വലിയ സന്തോഷമുണ്ട്. ഇനി ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ്. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള പെൺകുട്ടികൾ റൂം എടുത്ത് ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ് സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തിനെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടായിരിക്കാം. അതിനായിരിക്കും ഒരുപക്ഷെ ഒരു UMLA രാത്രി 12:30 ശേഷമൊക്കെ വീഡിയോ കോൾ ചെയ്യുക, പ്ലീസ് കം ടു ടെലഗ്രാം. രണ്ടുപേര് കൂടെയാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ പോലും സ്ത്രീയുടെ മാത്രം കല്ലെറിയുന്ന ഒരു രീതിയാണ്. അവളെന്തിനു പോയി, അവൾക്കും ഉണ്ടാവില്ലേ വികാരങ്ങളും വിചാരങ്ങളും. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടാരും നല്ല. ഞാൻ ആര് ട്രാപ്പിൽ പെട്ടില്ല എന്ന് കരുതി മറ്റൊരു സ്ത്രീക്ക് അത്രയും ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ ചിലപ്പോൾ ഒരു സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ പ്രണയിക്കും, വിവാഹം കഴിക്കും എന്നെല്ലാം വിചാരിച്ച് അതിലേക്ക് വീണു പോയിട്ടുണ്ടാകും. പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങിയത്. എന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ കല്ലെറിഞ്ഞത് സ്ത്രീകളാണ്. പുരുഷന്മാർ അത്രയും ഇല്ലെന്ന് ഞാൻ പറയും. അത്രയധികം മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു പെരുമാറ്റമാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ വളരെ സന്തോഷം. അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനകത്തുള്ള ഒരു അജണ്ട സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ പൈസ വാങ്ങിച്ച് സീറ്റിന് വേണ്ടിയല്ലേ? ഞാൻ ആരുടെയോ പൈസ വാങ്ങി പറഞ്ഞതാണ് ഇങ്ങനെ പോയാൽ പട്ടിണിയാകും, ഒരവസരങ്ങളും കിട്ടില്ല എന്ന് തുടങ്ങി. ഇന്ന് പോലും എനിക്കൊരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള സമൂഹത്തെ അവര് നുണ പറഞ്ഞ് അപലപിച്ചു, മാനിപ്പുലേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്ന ഒരു പ്രശസ്തി അല്ലെങ്കിൽ കുപ്രശസ്തി വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ബ്രാഞ്ചി ലൈൻ, അങ്ങനെ എനിക്ക് ഇതിനെ ഇപ്പോ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ, കേരള സമൂഹത്തിന്റെ മുന്നിൽ വന്നതുകൊണ്ട് ഇത്രയും നുണ പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, മറച്ചു വെക്കുക, ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ആരെ കുറിച്ചാണ്, അവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ദാറ്റ് അവരൊരു ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ക്യാരക്ടർ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ പിന്നിൽ VD സതീശൻ സാറിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനുണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ പോകുന്നു, ഞാൻ അത്തരത്തിലുള്ള ചർച്ചകൾ പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനോ അംഗീകരിച്ചു കൊടുക്കാനോ സാധിക്കില്ല. അപ്പോ VD സതീശൻ സാറുമായിട്ട് തനിക്ക് ആത്മബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ അവരാണ് പറയുന്നത്. അതല്ലാതെ അവരുമായിട്ട് അത്രയും വലിയൊരു ആത്മബന്ധം തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതുപോലെയുള്ള സ്ത്രീകൾ, ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ പറയുന്നവർ, ഓവർ ഇറ്റ് ഈസ്, അവർ തനിക്ക് വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഭാവിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത് ദയവേത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് അഭിലാഷ് സർ, പ്ലീസ് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തു, ഞാൻ സംസാരിക്കാം. അല്ലാതെ എനിക്ക് സംസാരിക്കാൻ കണ്ടില്ലേ? എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്, എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഷാജി കേട്ടാ ഇവളെങ്ങ് രാഹുലിനെ ഉപയോഗിച്ച ചില ആൾക്കാർ വടിയായിട്ട് VD സതീശൻജിയെ അടിക്കാൻ ഉപയോഗിക്കുന്നു, VD സതീശൻജിയെ വടിയായി ഉപയോഗിച്ച് രാഹുലിനെ അടിക്കാൻ ഉപയോഗിക്കുന്നു. അത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ കൂട്ടത്തൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ.